എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റായും ഡിന്നറായും ഒരുപോലെ കഴിക്കാൻ പറ്റിയ, അതുപോലെ ഗസ്റ്റെല്ലാം വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കോഴിക്കോടൻ കണ്ണുവെച്ച പത്തിരിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നത്. നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ ഉണ്ടാക്കാനും നല്ല ഈസിയാണ്. ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ഒരു പത്തിരി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് മാവൊന്ന് കുഴച്ച് വെക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദപ്പൊടിയും 2 കപ്പ് ആട്ടപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1.5 കപ്പ് മൈദപ്പൊടിയോ 1.5 കപ്പ് ആട്ടപ്പൊടിയും വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ വെറും ആട്ടപ്പൊടി വെച്ചിട്ടും ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂണോളം ഗീയും ഒഴിച്ചു കൊടുക്കാം. ഗീ ഉണ്ടെങ്കിൽ ഗീ തന്നെ ചേർത്ത് കൊടുക്കാം, നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഗീ ഇല്ലെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട്, സാധാ നോർമൽ വാട്ടർ ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുക്കുക. നമ്മൾ ചപ്പാത്തിക്കെല്ലാം മാവ് കുഴക്കുന്നില്ല, ആ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. വെള്ളത്തിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല, നമ്മൾ ചപ്പാത്തിക്കെല്ലാം മാവ് കുഴക്കുന്ന ആ ഒരു രീതിയിൽ കുഴച്ചെടുത്താൽ മതി. ഓരോ പൊടിക്കും വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവും, അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. അങ്ങനെ മാവിത നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ കുഴച്ചെടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് 1/2 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു 20 മിനിറ്റോളം അടച്ച് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ മാവ് കുഴച്ചിട്ട് അടച്ച് വെച്ചിട്ട് 20 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇതാ നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ടൈം കുറവാണെങ്കിൽ ഒരു 5 മിനിറ്റെല്ലാം വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് റെഡിയാക്കാം. ഇനി ഇത് ചെറുതായിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് കുറച്ചായിട്ട് മാവ് എടുത്തിട്ട് ഉരുളകളാക്കി മാറ്റാം. നമ്മൾ ചപ്പാത്തിക്കെല്ലാം എത്രയാണോ വലുപ്പത്തിൽ എടുക്കുന്നത്, ചെറിയ ചപ്പാത്തിയല്ല, അത്യാവശ്യം വലിയ ചപ്പാത്തിക്കെല്ലാം എത്രയാണോ മാവ് എടുക്കുന്നത് അത്ര എടുത്തിട്ട് നന്നായിട്ട് ഉരുട്ടിയതിന് ശേഷം മാറ്റി വെക്കുക. ഇതാ ഈ ഒരു വലുപ്പത്തിൽ. അങ്ങനെ എല്ലാം നമുക്കിതുപോലെ ഉരുളകളാക്കി മാറ്റാം. ഇതുപോലെ ഉരുളകളാക്കി മാറ്റിയിട്ടുണ്ട്. നമുക്കൊരു 13 ബോൾസാണ് ഈ ഒരു മാവിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോന്നും എടുത്തിട്ട് പരത്തി എടുക്കണം. അപ്പോൾ ഞാനിതാ കുറച്ച് ഓയിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് മാറ്റി വെക്കുക. എന്നിട്ട് കൗണ്ടർ ടോപ്പുമ്പിലേക്ക് അല്പം മൈദ തൂകിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ബോൾസിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കെല്ലാം എങ്ങനെയാണോ പരത്തുന്നത് ആ ഒരു രീതിയിൽ തന്നെ പരത്തിയെടുക്കുക. ഒരുപാട് തിന്നായിട്ട് പരത്തിയെടുക്കരുത്, ഒരു മീഡിയം തിക്നെസ്സിൽ തന്നെ പരത്തിയെടുക്കുക. നമ്മൾ ചപ്പാത്തിക്കെല്ലാം എങ്ങനെയാണോ പരത്തുന്നത് ആ ഒരു രീതിയിൽ തന്നെ പരത്തിയെടുക്കുക. പിന്നെ ഷേപ്പൊന്നും റൗണ്ടായിട്ട് കിട്ടണമെന്നൊന്നുമില്ല, നമുക്ക് പറ്റുന്ന രീതിയിൽ പരത്തിയെടുക്കുക. പൊടിൻ്റെ കുറവുണ്ടെങ്കിൽ അല്പം പൊടി ഇട്ടിട്ട് തന്നെ പരത്തിയെടുത്തോളൂ. പിന്നെ ഒരുപാട് തിന്നായിട്ട് പരത്തിയെടുക്കണ്ട, അങ്ങനെയാകുമ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ലോണം ക്രിസ്പി ആയി പോവും. അതുകൊണ്ട് ഒരു മീഡിയം തിക്നെസ്സിൽ പരത്തിയെടുക്കുക. ഞാനിതാ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ എടുത്ത ഓയിൽ ഉണ്ടല്ലോ, അത് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് തൊട്ടിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. കൂടി പോകണ്ട, കുറച്ചായിട്ട് തൊട്ടിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്താൽ മതി. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഓയിലെല്ലാം നല്ലതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. സൈഡിൽ നിന്നും ഇതാ ഇതുപോലെ ഉൾഭാഗത്തേക്ക് ആക്കിയിട്ട് മടക്കി കൊടുത്താൽ മതി. 2 ഭാഗത്ത് നിന്നും ഇതുപോലെ മടക്കി കൊടുക്കുക. എന്നിട്ട് ആ ഒരു മടക്കിയ മുകൾ ഭാഗം ഉണ്ടല്ലോ, അവിടെയും ഇതുപോലെ ഓയിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. കൈകൊണ്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാ ഭാഗത്തും എത്തും. നമ്മൾ ബ്രഷ് വെച്ചിട്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നല്ലത് ഇതിലേക്ക് കൈകൊണ്ട് സ്പ്രെഡാക്കി കൊടുക്കുന്നതാണ്. ഓയിൽ സ്പ്രെഡാക്കിയതിന് ശേഷം വീണ്ടും നമുക്ക് 2 വശത്ത് നിന്നും ഇതുപോലെ ഉള്ളിലേക്കാക്കിയിട്ട് മടക്കി കൊടുക്കാം. എന്നിട്ടിതാ വീണ്ടും നമ്മൾ ഓയിൽ ഇതിൻ്റെ മുകളിലായിട്ട് സ്പ്രെഡാക്കി കൊടുക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ 4 വശത്ത് നിന്നും ഇതുപോലെ ഉള്ളിലേക്കാക്കിയിട്ട് ഒന്ന് പ്രസ്സാക്കി കൊടുക്കുക. ഇതാ ഈ ഒരു രീതിയിൽ ഒരു ബോക്സ് പരുവത്തിലാണ് നമുക്കിത് വേണ്ടത്. ഇതാ ഇതുപോലെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം നമുക്ക് പരത്തിയിട്ട് ഈ ഒരു രീതിയിൽ തന്നെ ആക്കിയെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ചപ്പാത്തി ആദ്യം പരത്തി വെക്കുക, എന്നിട്ട് പിന്നീട് ഓയിലെല്ലാം സ്പ്രെഡ് ചെയ്തിട്ട് അങ്ങനെ റെഡിയാക്കിയാലും മതി.
അങ്ങനെ എല്ലാത്തിലും ഓയിലെല്ലാം സ്പ്രെഡ് ചെയ്ത് ഇതുപോലെ മടക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ എല്ലാം റെഡിയാക്കി എടുക്കുക. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോന്നും എടുത്തിട്ട് പരത്തിയെടുക്കാം. അപ്പം നമ്മൾ ആദ്യം ഫോൾഡ് ചെയ്തത് നോക്കിയിട്ട് ആദ്യം എടുത്തിട്ട് പരത്തുക. അപ്പോൾ പരത്തുന്ന സമയത്ത് നമ്മൾ മടക്കിയ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതിങ്ങനെ അടിഭാഗം വരുന്ന രീതിയിൽ വെച്ചിട്ട് വേണം പരത്തിയെടുക്കാൻ. ഇതുപോലെ സ്ക്വയർ ഷേപ്പിലാണ് പരത്തിയെടുക്കേണ്ടത്. പിന്നെ ഒരുപാട് കനം കുറച്ച് പരത്തവും വേണ്ട, കുറച്ച് കട്ടിക്ക് തന്നെ പരത്തിയെടുക്കുക. ഒരുപാട് നേരിയതായി പോകരുത്. അപ്പോൾ ഇതാ ഒരെണ്ണം ഞാൻ ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ പരത്തിയെടുക്കുക. ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ളതും കൂടി സെയിം രീതിയിൽ തന്നെ പരത്തിയെടുക്കാം. അങ്ങനെ എല്ലാം പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു ചീനച്ചട്ടിയിൽ അല്പം ഓയിൽ ഒഴിച്ചിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി ഒരു ടേബിൾ സ്പൂണോളം ഗീയും കൂടി ആക്കി കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗീ ചേർത്ത് കൊടുക്കുന്നത്. നല്ലൊരു ഫ്ലേവറാണ് ഗീയും കൂടെ ചേരുമ്പോൾ. ഇത് നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് നമ്മൾ പരത്തി വെച്ച ആ ഒരു ചപ്പാത്തി ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ പൂരി എങ്ങനെയാണ് പൊരിച്ചെടുക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെ പൊരിച്ചെടുക്കുക. ഒരുപാട് തീ കുറച്ച് വെച്ചിട്ട് പൊരിക്കേണ്ട, അന്നേരം എണ്ണ കുടിക്കും. അതുകൊണ്ട് അത്യാവശ്യം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ തിരിച്ച് മറിച്ച് വിട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇതുപോലെ ബോൾ പോലെ പൊങ്ങി വരും. അന്നേരം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഫ്രൈ ആക്കി എടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ എണ്ണയിൽ പൊരിച്ചത് കഴിക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഓട്ടിലിട്ടിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചുട്ടെടുക്കുക. അല്പം ഗീ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്താൽ മതി. പക്ഷേങ്കിൽ കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് ഇങ്ങനെ എണ്ണയിൽ പൊരിച്ച് കോരുമ്പോഴാണ്. ഗസ്റ്റെല്ലാം വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സാധനമാണ്. അപ്പോൾ ഗസ്റ്റെല്ലാം വരുമ്പോൾ എണ്ണയിൽ പൊരിച്ചിട്ട് തന്നെ റെഡിയാക്കുക. അല്ലാത്തപ്പോൾ വേണമെങ്കിൽ ഓട്ടിലിട്ടിട്ട് നമ്മൾ ചപ്പാത്തിയെല്ലാം ചുട്ടെടുക്കുന്ന പോലെ ചുട്ടെടുത്താലും മതി. അങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്ത് കോരിയതിന് ശേഷം ബാക്കിയുള്ളതും കൂടി ഞാൻ സെയിം രീതിയിൽ തന്നെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ പത്തിരിയും ഞാൻ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചൂടോടെ തന്നെ ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി കണ്ണുവെച്ച പത്തിരിയാണ്. ബ്രേക്ക്ഫാസ്റ്റായും ഡിന്നറായും ഒരുപോലെ കഴിക്കാം. അതുപോലെ ഗസ്റ്റെല്ലാം വരുമ്പോഴും ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. ഉള്ള് സോഫ്റ്റും അതുപോലെ തന്നെ പുറമെ നല്ല ക്രിസ്പിയാണ്. നല്ല ലെയറോട് കൂടിയിട്ടാണ് ഇതുള്ളത്. കണ്ട അടിപൊളിയാണ്. നല്ല ചിക്കൻ കറിയെല്ലാം കൂട്ടിയിട്ട് കഴിക്കാൻ അടിപൊളിയാണ്. ഞാൻ ഇതിൻ്റെ കൂടെ നല്ലൊരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയത്. ചിക്കൻ കറിയോ ബീഫ് കറിയോ ഫിഷ് കറിയോ അങ്ങനെ ഏതിൻ്റെ കൂടിയും നമുക്ക് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല പുതിയ റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.